ഹായ് പറ. ഹായ്. എങ്ങോട്ടേക്കായിരുന്നു? ഇന്ന് സ്ഥലം വരെ പോയിട്ട് വരാം. പറ എൻ്റെ ഇന്ന് എൻ്റെ പേര് പറ ഫസ്റ്റ്. അവിടെ പേര് പറ. എന്തിൻ്റെ മീറ്റിംഗ് ഇന്ന്? എക്സാം പേപ്പർ വാങ്ങാനുള്ള ദിവസം. മാർക്കിട്ടാ? നിന്നെ സ്കൂളിൽ കൂട്ടണ്ടെന്ന് പറഞ്ഞല്ലോ, കുട്ടികളെ പ്രത്യേക മീറ്റിങ്ങിന് കൂട്ടണ്ടെന്ന് പറഞ്ഞല്ലോ. അതിനെന്താ സുവ്യാവിസ് പറഞ്ഞിട്ട് എന്താണ് നീ വരണ്ടെന്ന് പറഞ്ഞല്ലേ? അപ്പം നീ കയറിക്കോ, നമ്മൾ പോയിട്ട് വരുന്നു സ്കൂളിൽ. നമുക്ക് പെട്ടെന്നൊരു പുതിയ അതിഥി വന്നിരിക്കുന്നു. ഹായ് ലൈബ, ഹായ് പറ. ഇവിടെ ഹായ് പറ. ആ കയറി കേട്ടോ. അപ്പം നമ്മൾ സ്കൂൾ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. ഇവിടെ നിന്ന് ചോട്ടെ, ഇവിടെ അടുത്ത ആളുണ്ട്. ഹായ് പറ. കുറച്ചുകൂടെ മുന്നോട്ട് എടുക്ക്. എങ്ങോട്ടേക്കാ? മൈക്കിടെയുള്ള ഏതാ ഉറക്കം ഓനില്ല. ഓനിൽ നല്ല ഉറക്കത്തിലുള്ള റൈഡർ. എടുക്കുമോനെ, നമ്മൾ പോയിട്ട് വരുന്നു. ഞാൻ ഇന്നലെ അപ്പം അവിടെ ചവിട്ടി കേട്ടോ. മൈക്കൊന്ന് വെച്ചോട്ടെ. ഒന്ന് പേടിച്ചിട്ടാ ബലേറിട്ട്. ഒന്ന് പേടിച്ച്. ശരിക്കും കട്രോടാണെങ്കിലും എന്താ ശരി, ഹെൽമെറ്റില്ലല്ലോ. ഒന്ന് പേടിച്ച്. ഉമ്മാന്ന് ഫസ്റ്റ് വിളി വന്നു, ഉമ്മാന്ന്. പേടിച്ചില്ലേ? ബൊലേറോ കണ്ടിട്ട് പേടിച്ചാ? ആ കാർ കണ്ടിട്ട് പേടിച്ചില്ല? പോലീസിൻ്റെ വണ്ടിയാന്ന്. ആ പോലീസിൻ്റെ വണ്ടിയാന്ന് ചോദിച്ച് പേടിച്ചിട്ടില്ലേന്ന്? ആ വണ്ടി കണ്ടിട്ട് പേടിച്ചിട്ടില്ലേന്ന്? ആ MPD. നമ്മൾ പോലീസാന്ന് ചോദിച്ചില്ല, ഇത് MPD. ഗേറ്റ് കൂട്ടി. ഓക്കെ. വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടും എൻ്റെ നാട്ടിൽ ഊരാത്ത അർജന്റീനയുടെ ഫ്ലാഗ്. സമയത്തിന് കറക്റ്റ് ആയത് കാരണം നമ്മളിതാ 10 മണിക്ക് വിളിച്ചുകൊണ്ട് നമ്മൾ 10:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നിന്നെ വ്ളോഗിൽ എടുത്തിട്ടില്ല എന്ന് നിനക്ക് സങ്കടം ഉണ്ടായിനെ? ഇപ്പം നിന്നെ എടുക്കണ്ടെന്നായി. നിന്നെ വ്ളോഗിൽ എടുക്കാത്തതിനും നിനക്ക് പ്രശ്നം. ഇപ്പം എടുക്കുമ്പോൾ നിനക്ക് വരണ്ട. ഈ സ്ഥലമാണ് ഞാൻ പഠിച്ച സ്ഥലം. പെർഫെക്റ്റ് ഇംഗ്ലീഷ് സ്കൂൾ. എൻ്റെ ലാസ്റ്റ് ക്ലാസ്. നീ പഠിച്ചിട്ടില്ലേ? 10ാം ക്ലാസ് വരെ അല്ലേ? ഞാൻ +2 വരെ പഠിച്ചിട്ടുണ്ട്. അതാരാ ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. അസ്സലാമു അലൈക്കും. സ്കൂളിലേക്ക് വരുന്ന പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങി. ഉമ്മാനെ കൂടെ കൂട്ടിക്കൂടെയായിരുന്നു. ഇതൊക്കെ ഇപ്പോ എന്നെ പരിചയമില്ലാത്തോണ്ടാ. ഞാനിവിടെ +2 വരെ പഠിച്ചിട്ട് പോയിട്ട്. മനസ്സിലായോ? പിള്ളേർക്ക് ക്ലാസ് ഉണ്ടോ ശരിക്കും? ബാബാ റീന മിസ്. ഇതായിരുന്നു ലൈബ്രറി. ലൈബ്രറിക്ക് മാറ്റൊന്നുമില്ല, AC മാത്രമേ ഉള്ളൂ. ഇത് അടിപൊളി സ്ഥല.
അത് നേരത്തെ കണ്ട്. നടന്നോട്ടെ, ക്ലാസ് എടുക്കട്ടെ. എടാ ശാരിക്കുന്ന ലീബക്ക് സ്കൂളിലോ? ലീബാൻ്റെ ഇതിന് മുന്നെടുത്ത വ്ളോഗ് പോസ്റ്റ് ചെയ്തിട്ടില്ല അല്ലേ? ഞാൻ എനിക്ക് വേണ്ട, ഇത് പോസ്റ്റ് ചെയ്താൽ പോരെ? ഇതിൽ നീ നല്ലോണം കിട്ടുന്നുണ്ടെന്ന്. അതുകൊണ്ടാ സൂപ്പർ ക്ലാസ് ക്ലാസ് അടി കിട്ടും മോളെ. ഇവിടെ മൊത്തം കണ്ട് ഇത് കയ്യിൽ പിന്നില്ലാണ്ട്. മോനെ കുറിച്ച് പറയാൻ വന്നേ, എന്താ പറയാൻ പോകുന്നത്? മോനെ കുറിച്ചിട്ടാ ഇപ്പൊ പറഞ്ഞ തന്നെ അല്ല, ടീച്ചർ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പാടില്ല. തിരിച്ചങ്ങോട്ട് പറയണ ഒരു കുറ്റം. ഞാൻ പാവാന്ന്, ഞാനൊന്നും കുരുത്തക്കേട് കളിക്കല്ലെന്ന് പറഞ്ഞു പറയാൻ. അന്താനെ കുരുത്തക്കേടുണ്ടല്ലേ ഇപ്പൊ? സത്യം പറയണേ, അന്താനെ കുരുത്തക്കേടുണ്ടെന്ന് പറ. സ്വന്തം ഉമ്മാക്ക് അറിഞ്ഞൂടെ എന്നല്ലേ? ഓടാൻ പറ്റ കിട്ടും. ഇപ്പൊ തുടങ്ങുവാ മീറ്റിങ്? തുടങ്ങുമായിരിക്കും 10 മണി. ഇന്നലെ മുമ്പിൽ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ വരാൻ ഓടിച്ചോടത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഉമ്മ PTA മെമ്പർ 12 അല്ല. അത് മാസം അറിയില്ല. എൻ്റെ എല്ലാത്തിനും ആക്റ്റീവ്. നോക്കി നിന്റെ കോസ്റ്റ്യൂം കാണിച്ചു കൊടുത്തു. നീ നിന്റെ കോസ്റ്റ്യൂം കണ്ടിട്ടാണ്. അതാ ബ്ലാക്ക് കാറ്റ്സ് വന്നോടഞ്ഞ ടീച്ചർ ചോദിക്കുക ബ്ലാക്ക് കാറ്റ്സിനെയും കൂട്ടിയിട്ടാണോ വന്നത്? ഇർഫാൻ LKG മുതൽ UKG മുതൽ പഠിപ്പിച്ചിന്. ഇവനെ പഠിപ്പിച്ചിന്, എന്നെ പഠിപ്പിച്ചിന്, ബീനാശ പഠിപ്പിച്ചിന്. ഇപ്പോൾ പരിക്കുന്ന ഒന്നല്ലേ. ഞാൻ രാവിലെ 6 മണിക്ക് അടിച്ച് ഫുഡും കഴിച്ച് പിന്നെ കിടന്ന് ഉറങ്ങിയിട്ട് എണീച്ച. എന്താ അവനെ കുടിച്ചിട്ടൊന്നുമില്ല. ലീബ ഡി ക്ലാസ് ഉണ്ട്, പോ ഇങ്ങോട്ടോ. ഇവിടെ അടി പഠിച്ചിരും കേട്ടോ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇവളെ കൂട്ടിയിട്ട് വന്നിട്ട് സ്റ്റേജിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഇരുത്തി. ഞാൻ ചെറുതേനെ ഇവള്, നല്ല ചെറുതേന്, നല്ല ചെറുതെന്ന് പറഞ്ഞാൽ 1 വയസ്സെന്തോ ആയിട്ടുള്ളൂ. ഞാൻ 1 വയസ്സിൽ ഞാൻ എടുക്കാൻ തുടങ്ങി, അത്രേ ഉള്ളൂ. അന്നുകൊണ്ട് സ്റ്റേജിൽ ഇരുത്തി ഇവളെ ഞാൻ. നീ അപ്പം വന്നിനി സ്കൂളിൽ അറിയാം നിനക്ക്? നിന്റെ പല്ല് വന്നാ കാണിച്ചേ? എടാ പല്ല് വന്നടാ, സീനാട്ടാ. പക്ഷെ പല്ല് ഉമ്മ എന്താ ഇതെല്ലാം ഉമ്മ കാണും കേട്ടോ ഈ വ്ളോഗ്. എനിക്ക് ഇവിടെ പഠിക്കാൻ താല്പര്യം. ഇവിടെ പഠിച്ച നമ്മളെ പോലെ ആ ക്യാമറ കാണിച്ചു തരുമോ? ഒന്ന് കാണിച്ചു കൊടുക്കും. ആ ക്യാമറ ഭാവിയിൽ എൻ്റെ മോനെ ഈ കുട്ടി ചിലപ്പോൾ ഈ കുട്ടീൻ്റെ ഈ പെണ്ണുങ്ങളെ മോളായിരിക്കും കല്യാണം കഴിക്കാൻ. ഇപ്പോഴേ തീരുമാനിച്ച ആര് തഹിയാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ കല്യാണം കഴിപ്പിക്കാൻ. ഇപ്പം നമ്മൾ മറ്റേ എന്താ പറയുന്നത്, 1ാം ക്ലാസ് പ്രോഗ്രസ് കാർഡ് കാണാൻ വന്നതിനാണ്. തഹിയാനെ കൊണ്ട് ഹംദാനെ മംഗലം കഴിപ്പിക്കാം. തഹിയാനെ വിളിക്കാനോ ഹംദാനിന്ന വീട്ടിൽ നിന്ന്. ഭാവി ഉണ്ടെങ്കിൽ കഴിപ്പിക്കാം. എടാ പെണ്ണോട്ടൂലടാ. എന്തിനാ എന്നോട് പറയുന്നത്? തന്നെ നോക്കി വെച്ചോടെങ്കിലേ രണ്ടാളോട് പറയുന്നത്. ഇപ്പോഴേ നോക്കണ ഇതല്ലോ, 1ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. ഞാനും നീ എല്ലാം ലേറ്റ് ആയിട്ടുള്ളൂ, മനസ്സിലായില്ലേ? ഇതെല്ലാം ജനിച്ചപാട് നോക്കണം. ഇതായിരിക്കും കിട്ടിയ എല്ലാവരും ഇവരെല്ലാം പറഞ്ഞു ഇവളെ കെട്ടിക്കുന്നില്ല. എനിക്കില്ല. ഇവക്ക് വേഗം കിട്ടുവാ. ആറ്റമാര് കണ്ടുപിടിച്ച 3 മാസമായി, 4 മാസമായി. 4 മാസം 7 മാസമുള്ള പിള്ളേരെ കല്യാണം കഴിപ്പിക്കും ഇവരിപ്പോ. കിട്ടില്ല കണ്ടന്റ് കേട്ടോ ലീബ തന്നത്. താങ്ക് യു. ഇപ്പം എന്തുണ്ടായേ? റീനാമിസിൻ്റെ മാത്സ് മനസ്സിലാവും മോനെ, റീനാമിസിൻ്റെ മാത്സ് മനസ്സിലാവും. അതാണ് കുറച്ചെങ്കിലും മാത്സ് തലയിലിരിക്കുന്നത്. ഇതാ ഇത് പെങ്ങളെ മോള്. സുഖം. കുറേ അങ്ങോട്ട് വരണം കാണണം എന്ന് വിചാരിക്കുന്നു. ഞാൻ 1.5 മാസം കേട്ടിരുന്നു. മിസ് മുകളിലുള്ള ആ മേളിലുള്ള ഓക്കെ.
ആ ഫിസിക്സ് ലാബ് പ്രിൻസിപ്പൾ എന്നല്ലേ നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് പഠിക്കാത്തതിന്റെ പ്രശ്നം. പ്രിൻസിപ്പൾ നമ്മളെ കണ്ടത് സെറീനാമിസിനെ. സെറീനാമിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചങ്ക് ബഡിയായ ഷർഫിൻ്റെ ഉമ്മയാണ് നമ്മളെ പഠിപ്പിച്ചത്. ഷർഫിന് ഈ ബ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്കിങ്ങനെ താഴെ പോകണോ? ഇവിടെ എടാ അരിഫിലല്ലേ? അരിഫിൽ ഇവിടെ ചേർക്കാം. ഇവിടെ ഉമ്മാക്ക് താല്പര്യമില്ല. ഇവിടെ വെച്ച് തലശ്ശേരിയാ നിൽക്കുന്നത്. ഫോർത്താ ഫോർത്ത് സ്റ്റാൻഡേർഡ് 10ാം ക്ലാസ്. മാലീസ് ഇവിടെ ഇതാക്കിയടാ മുട്ടിച്ച് മാലീസ് ഉണ്ട് ഉള്ളിൽ. ടീച്ചർ മാത്രമേ ഉള്ളൂ. മാലീസ് ഇതല്ലേ അന്താനി എന്റെ പെങ്ങളെ മോന്. ഓ ഇല്ല ആ അതാ പറഞ്ഞേ. മാറ്റിയത് കണ്ടിട്ടാ ചോദിച്ചത്. ഓക്കെ ഇതിനെങ്ങനെ വെറുതെ അല്ലേ അതൊക്കെ നിങ്ങളെ വീട്ടിൽ നിൽക്കുന്നു. ഇതെല്ലാം വരും. ഇതെല്ലാം വരും അല്ലേ? ഇതെല്ലാം വരും. ചെയ്യുന്നുണ്ട്. 6 മാസം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ കഴിയും. പിന്നെ ആക്കി തുടങ്ങിയിട്ടുള്ളൂ. എൻ്റെ ഇപ്പോൾ 1ാമത്തെ വർഷം. ഞാൻ കണ്ടു ടീച്ചർമാരെ കണ്ടു. ഒരു കൊല്ലത്തിന് 1.5 കൊല്ലത്തിന് മേളിൽ ഇവിടെ വന്നിട്ടുണ്ട്. കയറിയിട്ട് തന്നെ ഞാൻ ഇവിടെ തന്നെ നാട്ടിൽ തന്നെ പയ്യന്നൂരാ പഠിക്കുന്നത്. ഡെയിലി പോയി വരുത്താം. ഫസ്റ്റ് ഇയർ ആ ബീഫാപ്പ് എടുത്ത് ആയിക്കോട്ടെ. ഫ്രീ ട്രീറ്റ്മെന്റ്. ഇതിൻ്റെ ചാർജ് തീർന്നു കേട്ടോ. സർവേ ഇതിൻ്റെ ചാർജ് തീർന്നു. ഇതൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് വെച്ചൂടെ മോനെ? ആ കയ്യിലുള്ള സാധനം ഒന്ന് കാണിച്ചു കൊടുക്കുക. എന്താണ്? പൂക്കി ക്യാമറ ദൈബാൻ്റെ. പൂക്കി ഫാനാ? ഓ ആ ഞാൻ ലീവിന് 1.5 മാസം കഴിഞ്ഞിട്ട് ഇന്ന് വന്നത്. അപ്പം പിന്നെ എനിക്ക് വരാൻ പറ്റുന്നുണ്ട്. വരണം. അത് താല്പര്യമുണ്ട്. ഞങ്ങളുടെ ബാച്ചിൽ ആമ്പിള്ളേരായിട്ട് ഞാനും ജസ്റ്റിലാത് മാത്രമേ ഇപ്പം നാട്ടിലുള്ളൂ. ഞാനും ജസ്റ്റിലാത് മാത്രമേ ഉള്ളൂ. ഷെർഫിനല്ലേ? ആ ഷെർഫിന് നജാത്ത് ഷമീം എല്ലാം ഗൾഫിലുള്ള. ഇത് വരണമെന്നുണ്ട്. എപ്പോഴാണ് വെക്കുന്നത്? മാറണ്ടെല്ലാം മാറിയിട്ടുണ്ട്. സെറ്റ് ഡെവലപ്മെന്റ് ആയേക്കുന്നത്. ഞാൻ കണ്ട്. ആ അടിപൊളിയാണ്. പിന്നെ ഇത് എല്ലാം നിങ്ങൾ പഠിച്ച സ്കൂളല്ല അല്ലേ? മൊത്തം മാറി. പിന്നെ എല്ലാ സെറ്റിങ്സും എല്ലാം മാറി. രസമുണ്ട്. അല്ല എന്നാ ഇത് വെക്കാൻ താല്പര്യം? ഗ്രൂപ്പിൽ ചർച്ച ഡെയിലി ഉണ്ടാവും. അതിൽ സലാം പറയും, പിന്നെ അങ്ങോട്ട് പോകും, പിന്നെ അതിനുണ്ടല്ലോ. ഇനിയിപ്പോ ആനുവൽ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയാണ് നവംബറിലാ? അപ്പൊ അതിനനുസരിച്ചിട്ട് വെക്ക്. ഒരു മനസ്സിലായി, ആളെ മനസ്സിലായി. ഓ ആ അത് വേണം. പിന്നെ എത്ര കൊല്ലമായി? ഞാൻ ഇറങ്ങിയിട്ട് 6 കൊല്ലം കഴിഞ്ഞ്. എൻ്റെ ബാച്ച് ഇറങ്ങിയിട്ട് 8 കൊല്ലമായി. ഞാൻ +2 വരെ പഠിച്ചെന്നല്ലേ ഉള്ളൂ. 2018 10 കൊല്ലമാവും. 2 കൊല്ലം കഴിയുമ്പോഴേക്കും. ഞാൻ UKG മുതൽ +2 വരെ ഇവിടെ പഠിച്ചല്ലേ. ലീബാ ബാ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ നമ്മുടെ പഠിപ്പിക്കുന്നതിന് പകരം
കുട്ടികൾക്ക് പഠിച്ചെടുക്കുന്നത് എന്താ? എന്താ കൾച്ചറാണല്ലേ? സൂപ്പർ. എല്ലാം പറഞ്ഞേന് ക്യാമറ ഓണാക്കാൻ മറന്നുപോയി ചെറുതായിട്ട്. ഇത്രയും നേരം മേളിൽ നിന്ന് താഴെ വരെ ഇറങ്ങിയത് സംസാരിച്ചിട്ടാ, ഒന്നും ഇതാക്കിയില്ല. ഔട്ട്റോ മൊത്തം കയ്യിലായിരുന്നു. ചെറുതായിട്ട് ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. അപ്പം സ്കൂള് നമ്മളെ മുത്ത് വാച്ച്മാന് സ്കൂൾ ഓക്കെ. ബൈ ഗൈസ്.